ഹായ്. അപ്പോൾ ഇന്ന് അനദർ ഡേ ഒരു എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. അല്ലെങ്കിൽ ലൈക്ക് ഈ ധ്യാനം, മെഡിറ്റേഷൻ ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാർക്കൊരു സംശയമുണ്ട്. അതായത് ഈ മെഡിറ്റേഷനും ഈ ധ്യാനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണോ എന്ന്, അത് എല്ലാവരും ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോ എന്ന്. ശരിക്കും പറഞ്ഞാൽ സ്വസ്ഥമായി സമാധാനമായി റിലാക്സായി ജീവിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് ധ്യാനത്തിൻ്റെ ആവശ്യം? നമ്മുടെ ലൈഫ് വളരെ ലീനിയറായിട്ട് അല്ലെങ്കിൽ ഏത് തരത്തിലായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു, സന്തുഷ്ടരാണ്, നമുക്കൊരു തരത്തിലുള്ള വിഷമവും ഇല്ല, നമ്മൾ ഒരു തരത്തിലും വിഷമം ഉണ്ടാകാൻ സാധ്യതയുമില്ല എന്നുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ മെഡിറ്റേഷനോ അല്ലെങ്കിൽ ധ്യാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെറുതെ വലിച്ചു കൊണ്ടുവന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട യാതൊരു ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു അനാവശ്യമായ എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. അതാണ് സത്യം. എന്നാൽ ഇതേ അവസരത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലൈഫ് അത്ര പെർഫെക്റ്റ് ആയിട്ട് പോകുന്നില്ല. വളരെ ആങ്ഷ്യസ് ആവുന്ന ആൾക്കാരുണ്ട്. ഞാനും അങ്ങനത്തെ ഒരാളായിരുന്നു. ഇപ്പോഴും കുറേശ്ശെ ആണ്. പക്ഷെ അതിൽ നിന്ന് ഐ ലേൺ ടു ലിവ് വിത്ത് ഇറ്റ്. അത് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ ആങ്സൈറ്റിയും മറ്റു ബുദ്ധിമുട്ടുകളും നമുക്ക് ജീവിതത്തിലുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കാതെ എന്ത് പ്രശ്നം ഉണ്ടായാലും റിലാക്സ് ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റ് എത്താൻ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. മേ ബി അത് ആഗ്രഹിക്കാത്ത ആൾക്കാരും ഉണ്ടാവാം. ഈ മെഡിറ്റേഷൻ എല്ലാവർക്കും പറ്റുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറയാനുള്ളത് എല്ലാവർക്കും പറ്റില്ല എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പാരാസൈക്കോളജിസ്റ്റായിട്ടും മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈക്കോളജി ഹെഡുമായിരുന്ന ജോർജ് മാത്യു സാറിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഞാനോടാണ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അതായത് ബേസിക് സ്റ്റെബിലിറ്റി ഉള്ള ആളുകൾക്ക് ധ്യാനം തന്നെത്താനെ സംഭവിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ എഫേർട്ടോട് കൂടി സംഭവിക്കും. പക്ഷെ ധ്യാനം തന്നെ സംഭവിക്കുകയാണ്, നമ്മൾ രണ്ട് എഫേർട്ട് ഇടുമ്പോഴത്തേക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ് ധ്യാനം സംഭവിക്കാൻ വേണ്ടി. അത് ചെയ്യാൻ പറ്റും. അതേസമയം താമസിക ഗുണമുള്ള ആൾക്കാർ ധ്യാനം ചെയ്ത് അവർക്ക് ചിലപ്പോൾ മിക്കവാറും പോസ്റ്റ് ഉറക്കം വരും. അതുപോലെ തന്നെ രാജസിക ഗുണമുള്ള ആൾക്കാർക്ക്, ഇത് ഹൈപ്പറായിട്ടുള്ള ആൾക്കാരാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പം വളരെ മോശം അനുഭവം ഉണ്ടായെന്നിരിക്കാം. ഇത് ആക്ച്വലി സൈക്കോളജി വരെ പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പം ഈ നമ്മളൊരു കാര്യം അനാവശ്യമായ സ്ട്രെയിൻ മനസ്സിന് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ബ്രെയിനിന് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ബുദ്ധിമുട്ടിലേക്ക് തന്നെ കലാശിക്കും. ശരിക്കും ധ്യാനം എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഒരു ബേസിക് സ്റ്റെബിലിറ്റി എങ്കിലും ഉള്ള ആൾക്കാർ, അതായത് ബേസിക് ഒരു സന്തുലിതാവസ്ഥ ഉള്ള ആൾക്കാരൊക്കെയാണ് ശരിക്കും ഈ ധ്യാനം എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യകത ഉള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബേസിക് സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരാൾ ഈ ബ്രെയിനിന് നമ്മളൊരു റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റോ 20 മിനിറ്റോ ചെയ്യുന്ന ഒരു അഭ്യാസമാണ്, ഒരു എക്സസൈസാണ്. അങ്ങനെയുള്ള മെഡിറ്റേഷനുകളെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഒരു 15 മിനിറ്റ് ബ്രത്തിൽ ശ്രദ്ധിക്കുക, ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുക. അത് എന്ന് പറയുന്നത് പലരും വളരെ ബലം പിടിച്ചിരുന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ 15 മിനിറ്റ് അവർ 24 മണിക്കൂറുടെ ദിവസത്തെ ഉള്ളതിനേക്കാളും കഷ്ടപ്പാട് ഈ 15 മിനിറ്റ് അവർ അനുഭവിക്കുകയാണ്. അവരുടെ ബ്രെയിനിന് അല്ലെങ്കിൽ മനസ്സിന് ഇല്ലാത്തൊരു ലോഡ് ഓഫ് പ്രോബ്ലംസ് അവരുണ്ടാക്കി കൊടുക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞാനും ട്രൈ ചെയ്ത സമയത്ത് എനിക്ക് സത്യമായ നല്ല നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടായിട്ടുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. അപ്പോൾ ഈ ബേസിക് ആയിട്ടൊരു സ്റ്റെബിലിറ്റി നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അതിന് നമ്മുടെ ഉള്ളിലെ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകൾ കുറയ്ക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ ബേസിക് സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഈ ധ്യാനം സ്വാഭാവികമായി സംഭവിക്കുകയാണ്. അത് ഈ ബേസിക് സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് സംഭവിക്കാം. അതായത് ഈ ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമല്ല, അതിന് വേണ്ടിയിട്ട് നമുക്ക് എഫേർട്ട് എല്ലാം അതിനൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ബേസിക്കലി അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തന്നെ തന്നെ സംഭവിക്കും. എന്നാൽ അതങ്ങനെ അല്ലാതെയും തന്നെ തന്നെ സംഭവിക്കാം. അതായത് ഇപ്പം എല്ലാ മനുഷ്യർക്കും ധ്യാനം സംഭവിക്കും. നമുക്കൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടിയാൽ അത് തന്നെ ഒരു ധ്യാനമാണ്. കാരണം ആ സമയത്ത് ഒരു കോൺഫ്ലിക്റ്റും ഇല്ലാതെ നമ്മൾ ശുദ്ധബോധത്തിൽ ലയിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ സ്വപ്നം പോലും കാണാതെ ഉറങ്ങുന്ന ഉറക്കത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. വളരെ ഡീപ്പായിട്ട് സ്ലീപ്പ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ വളരെ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആസ്വദിച്ചുകൊണ്ട് മനോഹരമായിട്ട് ചെയ്യുകയാണ്. അത് ചിലപ്പോൾ ഐസ്ക്രീം കഴിക്കുന്നതായിരിക്കാം, ചില ആളുകൾക്കൊരു സിഗരറ്റ് വലിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു മദ്യപിക്കുന്നതായിരിക്കാം. ഞാനിതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം നമ്മുടെ ഉള്ളിലെ ഒരു കർത്തൃഭാവമില്ലാതെ, അതായത് ഒരു സെൽഫ് ഇല്ലാതെ, ഒരു ഐഡൻറ്റിറ്റി, ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ഇല്ലാതെ നമ്മൾ സ്വാഭാവികമായി
ലൈക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇൻറ്റേർണൽ നമ്മുടെ ഒരു ഇമേജ്, നമ്മുടെ ഞാനെന്ന് പറഞ്ഞ വ്യക്തിത്വം നമ്മുടെ ഉള്ളിൽ ആ ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ഇല്ലാതെ അത് ആ ഒരു ഐഡൻറ്റിറ്റി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ കുറച്ച് നേരത്തേക്ക് മറന്നു പോവുകയാണ്. ആ സമയത്ത് നമ്മൾ ആ ചെയ്യുന്ന ആക്ടിവിറ്റി മാത്രമാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണോ ചെയ്യുന്നത് ആ ആക്ടിവിറ്റിയിൽ എന്ത് സംഭവിക്കും? ഈ ഓട്ടോമാറ്റിക്കായിട്ട് ധ്യാനം സംഭവിക്കുകയാണ് അവിടെ. അതെനിക്കൊന്ന് അതനുഭവിക്കാത്ത മനുഷ്യർ ഈ ലോകത്തുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം. ഇത് കൊച്ചു കുട്ടികൾക്ക് ഒരുവിധം എപ്പോഴും സംഭവിക്കുന്നതാണ്. എനിക്കൊന്നൊരു ഒരു 8 മാസം മുതൽ ഒരു 1.5 2 വയസ്സിനിടയിലുള്ള കുട്ടികളുടെ ഇടയിൽ ഇത് കൂടുതലായിട്ട് സംഭവിക്കുന്നതായിട്ട് ഞാൻ നേരിട്ട് കണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക്. സോ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഇത് എന്താ പറയുക, നമുക്ക് ആ ഒരു സ്വാഭാവിക ധ്യാനം എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്നു. അപ്പോൾ ഈ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആൾക്കാർ ഈ പർപ്പസ്ഫുള്ളി ധ്യാനം സംഭവിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരൊക്കെ ഒരു വളരെ എന്താ പറയുക ഡീജനറേറ്റീവ് പ്രോസസ്സായിട്ട് ഇത് മാറും. അവരുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ വളരെ കലുഷിതമാക്കാനും അല്ലെങ്കിൽ വളരെ ഹൈപ്പർ ആക്കാനും ഒക്കെ ഇതെന്താ പറയുക ഇതിന് സാധ്യത ഉണ്ട്. ചിലപ്പം ഇഫ് യു ആർ ലക്കി ഇനഫ് ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു യു. എന്നാൽ ഈ ധ്യാനം എന്ന് പറയുന്നത് ഈ ഒരു 15 മിനിറ്റ് ഓഫ് കടിച്ചു തൂങ്ങൽ പ്രോസസ്സ് മാത്രമല്ല. ചില ആൾക്കാർ മന്ത്രമായിരിക്കും ജപിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മന്ത്രം ഇങ്ങനെ മനസ്സിലിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നവരുണ്ട്. അതും പർപ്പസ്ഫുള്ളി അതിൽ തന്നെ ഹോൾഡ് ഓൺ ചെയ്യാൻ നമ്മളൊരു എഫേർട്ട് ഇട്ട് ഭയങ്കര ഒരു ബലം പിടിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു അഭ്യാസമാണ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ്. സോ ഇപ്പോൾ ഓബിയസ്ലി എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, ഇപ്പോൾ എനിക്ക് മുമ്പുണ്ടായിരുന്ന ഡൗട്ടാണ്. അപ്പം സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാർക്കാണ് ധ്യാനം ചെയ്യാനും അതിൻ്റെ റിസൾട്ട് കിട്ടാനും സാധ്യത കൂടുതൽ. സോ സ്റ്റെബിലിറ്റി എങ്ങനെ ഉണ്ടാക്കും? സ്റ്റെബിലിറ്റി എങ്ങനെ ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉള്ളിലെ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്ന് തന്നെ അത് തുടങ്ങേണ്ടി വരും. അതായത് നമ്മളൊരു കാര്യം പറയുകയാണ്, ഞാൻ ഇങ്ങനെ പോലെ ജീവിക്കുകയുള്ളൂ, ഞാൻ ഇന്ന പോലെ ചെയ്യുകയുള്ളൂ. ഇത് നമ്മളൊരു തീരുമാനം എടുക്കുകയാണ് നമ്മുടെ ഉള്ളിൽ. എന്നിട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇതൊരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഇതിന് എല്ലാ കാര്യമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇന്ന് തീരുമാനം, ഞാൻ ഇന്ന് മുതൽ ജിമ്മിൽ പോവുകയാണ്, ഇന്ന് മുതൽ ഞാൻ ഡെയിലി പോയി വർക്കൗട്ട് ചെയ്യുന്നൊരു ദൃഢനിശ്ചയത്തോടുകൂടി ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണ്. ഈ തീരുമാനം എടുത്തതിന് ശേഷം നിങ്ങൾ നേരെ ഒരു ദിവസം ജിമ്മിൽ പോയി, പിന്നെ 2 ദിവസം തൊട്ട് രണ്ടാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു 5 ദിവസം പോയിട്ട് പിന്നെ പോകുന്നില്ല. കുറച്ച് ദിവസം പോയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ജിമ്മിൽ പോകാൻ ഒരു തീരുമാനം എടുത്തു, എന്നിട്ട് ഞാൻ പോകുന്നില്ല, ഞാൻ ഇത്രയും പൈസ മുടക്കി ജിമ്മിൽ ഇതേ ചെയ്തു, അപ്പോൾ എന്നിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞ കാര്യം നമ്മളത് ചെയ്തില്ല, നമ്മൾ ഈ ആക്ടിവിറ്റിയിൽ ഫെയിലായെന്ന് നമുക്ക് സ്വയം അറിയാം. സോ നമ്മുടെ ആഗ്രഹവും നമ്മൾ ചെയ്യുന്ന യാഥാർത്ഥ്യവും തമ്മിലൊരു ഭയങ്കരമായ കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. നമ്മൾ പറയുന്ന ഒന്ന് ചെയ്യുന്ന ഒന്നെന്ന് പറയും. ഇത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഉള്ളിൽ നമ്മുടെ സബ് കോൺഷ്യസിൽ ഇൻറ്റേർണലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റാണത്. ഈ കോൺഫ്ലിക്റ്റ് വളരെ കലുഷിതമായി മാറുകയും ഇതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാകും. സോ ബേസിക്കലി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഇതൊരു ഉദാഹരണമാണ്, അല്ലാതെ ഈ ജിമ്മിൻ്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ത് കാര്യത്തിലായാലും നമ്മളൊരു തീരുമാനം എടുക്കുന്നത്, നമ്മൾ ഇന്ന കാര്യം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ആ കാര്യം ചെയ്യണം. അല്ലാതെ അത് ആഗ്രഹിച്ചിട്ട് നമ്മളതിൻ്റെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഉള്ളിലൊരു നമ്മുടെ അന്തർധാരയിലൊരു കോൺഫ്ലിക്റ്റാണ് ഉണ്ടാകുന്നത്. അതായത് ഒരു എന്താ പറയുക, ഒരു മുരടിപ്പ് ഉണ്ടാവും. അത് നമ്മുടെ സ്റ്റെബിലിറ്റി കുറച്ചുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ ആലോചിക്കും, അപ്പം ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടി ആഗ്രഹിച്ചു എന്ന് വെച്ചാൽ എനിക്ക് എല്ലാ ദിവസവും ജിമ്മിൽ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ജിമ്മിൽ സ്ഥിരമായിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ജീവിതത്തിലൊരു ഒഴുക്കുണ്ട്. അപ്പോൾ ആ ഒഴുക്കിൽ കൂടെ ഒഴുകാൻ നമ്മൾ പഠിക്കുകയാണ് നമ്മൾ ശരിക്കും വേണ്ടത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജിമ്മിൽ പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾ ജിമ്മിൽ പോകാൻ തീരുമാനിച്ചു, നിങ്ങൾ 5 ദിവസം ജിമ്മിൽ പോയി, അടുത്ത 5 ദിവസം നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റിയില്ല. പക്ഷേ അതൊരു പ്രശ്നമായിട്ട് നിങ്ങൾ സ്വയം കരുതരുത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും ജിമ്മിൽ പോകുക എന്നൊരു വാശി എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് ജിമ്മിൽ പോകാൻ ആഗ്രഹമുണ്ട്, ഞാൻ ജിമ്മിൽ പോകാൻ തീരുമാനിച്ചും കഴിഞ്ഞു, ഞാൻ ജിമ്മിൽ പോകുന്നു. അപ്പോൾ ഒരു 5 ദിവസം നിങ്ങൾ ജിമ്മിൽ പോയി, ഇനി ഒരു 2 ദിവസം നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ 2 ദിവസം പോകാൻ പറ്റില്ല, പക്ഷേ ഞാൻ ഇനിയും ജിമ്മിൽ പോകും, ഞാൻ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഞാനിപ്പോൾ 5 ദിവസം, ഒരു 3 ദിവസം ഞാൻ റെസ്റ്റ് എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു 10 ദിവസം ഞാൻ റെസ്റ്റ് എടുത്തിരിക്കുന്നു, ഇനി ഞാൻ വീണ്ടും അടുത്ത ദിവസം 11 ദിവസം ഞാൻ വീണ്ടും ജിമ്മിലേക്ക് പോവുക തിരിച്ച്. എന്നിട്ട് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, ആ ആഗ്രഹത്തിൽ ഇങ്ങനെ പോവുക. നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ട് അതിലൊരു ബ്രേക്ക് വന്നാൽ ഉടനെ നമ്മൾ അതങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ചാടി മറിഞ്ഞ് പോവാതെ നമ്മൾ ആ ഒഴുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതായി മാറും. അതായത് ആ ഒരു ഫ്ലോ, ആ ഒരു ഒഴുക്ക് ഇങ്ങനെ സംഭവിക്കും. അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രോസസ്സാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഷുഗർ കട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ഇന്ന് മുതൽ ഇത് സിനിമ കാണുമെന്ന് വിചാരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരാൾ. അപ്പോൾ
അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് കയറി നോക്കി. സാരമില്ല, ഒന്ന് നോക്കി ഞാനത് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഉറങ്ങുന്നു, വീണ്ടും കുറേ ദിവസം നോക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ നോക്കാതിരിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് സോഷ്യൽ മീഡിയ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഡെയിലി 15 മണിക്കൂർ ഫോൺ ഉപയോഗിക്കുകയാണ്. ഇതിലൊരു 5 മിനിറ്റ് നമ്മൾ ഫോൺ മാറ്റി വയ്ക്കുക. ആ 5 മിനിറ്റ് ഞാൻ ഒരു ബ്രേക്ക് എടുത്ത് കഴിഞ്ഞു. അടുത്ത ദിവസം അത് 10 ആവാം, 20 ആവാം, 1 മണിക്കൂറാവാം, ചിലപ്പോൾ ദിവസങ്ങളും ആവാം. ഇനി അങ്ങനെ ആയില്ലെങ്കിൽ പോലും കുറേശ്ശെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഒരു സ്റ്റാർട്ടെങ്കിലും ഇട്ട് വയ്ക്കുക. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതായി മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം പൂർണ്ണമായിട്ട് ഇല്ലാതാവണം. ഈ ആഗ്രഹം അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ മനഃപൂർവ്വം ഉള്ളിൽ സപ്രസ് ചെയ്യുന്നതിനെ പറ്റി അല്ല പറയുന്നത്. അങ്ങനെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും ഭയാനകമായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ ധ്യാനം ചെയ്യണം? ഈ സ്റ്റെബിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ധ്യാനം മിക്കവാറും സ്വാഭാവികമായി സംഭവിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിൽ കോൺഫ്ലിക്റ്റ് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ധ്യാനത്തിലാണ്. ഇപ്പം ഈ പറഞ്ഞില്ലേ, നമ്മൾ ഈ ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾ, അയാൾ സ്ഥിരമായി ജിമ്മിൽ പോകുന്നു, അയാൾ ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നു, അയാൾ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് പോലെ അയാൾ ജീവിക്കുകയാണെങ്കിൽ അയാളുടെ ഉള്ളിൽ ഈ ആന്തരികമായ ഒരു പിടിവലി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ധ്യാനം. അത് തന്നെയാണ് ധ്യാനം. ഈ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും സ്റ്റെബിലിറ്റി ഉള്ള ആൾക്ക് പോലും ധ്യാനം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ധ്യാനം സ്വാഭാവികമായി സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇറ്റ് വിൽ ഹാപ്പൻ ഓൺ ഇറ്റ്സ് ഓൺ. ഈ സ്റ്റെബിലിറ്റി ഉണ്ടാക്കൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ബ്രത്തിൽ ശ്രദ്ധിക്കുക, മനസ്സിൽ ശ്രദ്ധിക്കുക, ഇതൊക്കെ എന്താ പറയുക, നമ്മുടെ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാനും നമുക്കൊരു വിളനില ഉണ്ടാക്കുന്ന പരിപാടികളാണ്. ഞാൻ മുമ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. എനിവേ, അപ്പോൾ നിങ്ങളും ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഈ രമണ മഹർഷി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് നോൺ വെജ് ഒഴിവാക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ധ്യാനം ചെയ്യാനായിട്ട്. ഈ രമണ മഹർഷിയുടെ ധ്യാനവും നമുക്ക് വളരെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രമണ മഹർഷിയുടെ ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ ഈ ബലം പിടിച്ച് ചെയ്യുന്നൊരു ധ്യാനമല്ല. നമുക്കൊരു വേണ്ടാത്തൊരു തോട്ട് വന്നു കഴിഞ്ഞാൽ, വേണ്ടാത്തൊരു ചിന്ത, അല്ലെങ്കിൽ വേണ്ടാത്തൊരു ഫീലിംഗ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിലോട്ടൊരു ചോദ്യം ചോദിക്കുക, ഇത് ആർക്കാണ് ഉണ്ടാകുന്നത്? അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക 24/7. ഇങ്ങനെ ബലം പിടിച്ച് ചെയ്യാനല്ല, നമ്മൾ ആ ചോദ്യം ചോദിക്കുക, ഓർക്കുമ്പോൾ ഒന്ന് സ്വയം ചോദിച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ ആരാണ് ഈ ഫീലിംഗ് ഉണ്ടാക്കുന്ന ആളെന്നൊന്ന് നോക്കിയാൽ മതി. സിമ്പിൾ. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്നൊരു ധ്യാനം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ആർക്കാണ്, നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഇത് ആർക്കാണ് ഉണ്ടാകുന്നതെന്ന് ജസ്റ്റ് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും നമുക്കതിനൊരു റിയലൈസേഷൻ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയും, നമ്മുടെ ഉള്ളിലെ സെൽഫ്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ഉള്ളിലുള്ള ഒരു ഐഡൻറ്റിറ്റി, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് ജനിച്ചു, ഞാൻ ഇന്ന കാര്യങ്ങൾ സ്നേഹിക്കുന്നു, ഇന്ന കാര്യങ്ങൾ വെറുക്കുന്നു, എനിക്ക് ഇപ്പോൾ ഈ ശരീരം ഞാനാണ്, മനസ്സ് ഞാനാണെന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഇൻറ്റേർണൽ ഇമേജ് ഉണ്ട് നമുക്ക്. ആ ഇമേജ് നമ്മുടെ ഈ കോൺസ്റ്റൻറ്റ് ക്വസ്റ്റ്യനിങ് കാരണം വാനിഷായി പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അങ്ങനെ വാനിഷായാൽ നമ്മൾ പ്യുവർ കോൺഷ്യസ്നെസ്സിലേക്ക്, അല്ലെങ്കിൽ ശുദ്ധബോധത്തിലേക്ക് എത്തിത്തീരും. അതോടുകൂടി സമാധാനം ഉണ്ടാകും എന്നാണ് രമണ മഹർഷിയൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ രമണ മഹർഷി നോൺ വെജിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അതും പറയാം. ഈ വിവേകാനന്ദൻ ഉൾപ്പെടെ ഒരുപാട്, എനിക്ക് സാക്ഷാൽ ശ്രീരാമൻ പോലും മാംസം കഴിച്ചിരുന്ന ആളാണ്. സോ ധ്യാനം സംഭവിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കാൻ നമ്മൾ നോൺ വെജിൽ കടിച്ചു തൂങ്ങണം എന്ന്, അല്ലെങ്കിൽ വെജ് ഫുഡ് മാത്രമേ കഴിക്കാവൂ, നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ എന്താ പറയുക വിചാരിക്കണമെന്നൊരു ചിന്ത എനിക്കില്ല ശരിക്കും പറഞ്ഞു. ഒരു മിനിറ്റ് വയ്ക്കുമ്പോൾ ഞാൻ ഇത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഫ്ലോയിൽ വരുന്നതാണ്. അപ്പം ഞാൻ പ്ലാൻ ചെയ്ത് പറയുന്നില്ല, എൻ്റെ ഒരു ഫ്ലോ ബ്രേക്ക് ആയിപ്പോയി. എനിവേ, അപ്പോൾ ഈ നോൺ വെജ് കഴിക്കാൻ ഭയങ്കരമായി ആഗ്രഹിക്കുന്ന ഒരാൾ, എനിക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവണം, എനിക്ക് ധ്യാനം സംഭവിക്കണം, അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ നോൺ വെജ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് കടിച്ച് പിടിച്ച് സഫർ ചെയ്തിരിക്കുകയാണെങ്കിൽ അതും ഒരു അഭ്യാസമാണ്, ഒരു എക്സസൈസാണ്, ഒരു കോൺഫ്ലിക്റ്റാണ്. സോ അത് അങ്ങനെ ചെയ്ത് അത്തരം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കി ജീവിതം കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകരുത്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ആന്തരികമായിട്ടുള്ള പിടിവലികൾ കൂട്ടരുത്. മനസ്സ് റിലാക്സായി സ്വാഭാവികമായി സംഭവിക്കട്ടെ. അതല്ല, ഈ നോൺ വെജ് നമ്മളൊരു പ്യുവർ കോൺഷ്യസ്നെസ്സിലേക്ക്, ഒരു പ്യുവർ ബ്ലിസ്സിലേക്ക് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ ഈ നോൺ വെജ് കഴിക്കുന്നത് നിർത്താനുള്ള സാധ്യത ഉണ്ട്. എപ്പോഴും സംഭവിക്കണമെന്നൊന്നുമില്ല. ജ്ഞാനോദയം നേടിയതായിട്ട് പുരാണങ്ങളിൽ തന്നെ പറയുന്ന പല ആളുകളും ഈ പറഞ്ഞ പോലെ നോൺ വെജ് മരിക്കുന്നവരെയും കഴിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഈ ഒന്നാമത്തെ കാര്യം, പ്യുവർ കോൺഷ്യസ്നെസ്സിൽ എത്തിയ ഒരാൾ
ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ഇല്ലാത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ സെൽഫ് ഐഡൻറ്റിറ്റി ഇല്ലാത്തൊരു പ്രതിഭാസമാണ്. വ്യക്തി എന്ന് പോലും പറയാൻ പറ്റില്ല, കാരണം അവരുടെ ഉള്ളിലൊരാളില്ല. അപ്പോൾ ആ പ്രതിഭാസം സംഭവിക്കുമ്പോൾ അവർക്ക് തെറ്റ് ശരി നല്ലത് ചീത്ത ഒന്നുമില്ല. ഇപ്പം നമ്മൾ ഈ പ്രാക്ടീസിലോട്ട് പോകുമ്പോൾ ഈ രമണ മഹർഷി തന്നെ ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു ജ്ഞാനോദയം നേടിയ മനുഷ്യൻ, അല്ലെങ്കിൽ പ്യുവർ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ശുദ്ധബോധം അറിഞ്ഞ ഒരു മനുഷ്യന് അവന് തെറ്റും ശരിയും ഒന്നുമില്ല. അവൻ്റെ ഉള്ളിൽ കോൺഫ്ലിക്റ്റ് ഇല്ല. അവൻ മാംസം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒന്നും ഒരു കോൺഫ്ലിക്റ്റേ അല്ല. മനസ്സിലായോ? അപ്പോൾ ഈ കോൺഫ്ലിക്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാൾക്ക് എന്തും ചെയ്യാം. അയാളെ കർമ്മം ഒരു തരത്തിലും ബാധിക്കില്ല. അയാൾ കർമ്മത്തിന് അതീതമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ രമണ മഹർഷി അന്ന് സയൻസ് ഇത് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം രമണ മഹർഷി 1950 മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. സോ ആ സമയത്ത് തന്നെ പുള്ളി ഇത് പറഞ്ഞതായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ പുള്ളിയുടെ കൂടെ അന്നേ വന്ന ബുക്കിലൊക്കെ ഇതൊക്കെ ഉണ്ട്. പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്താണ്, മൃഗങ്ങൾക്കുള്ള പോലെ തന്നെ കോൺഷ്യസ്നെസ് എന്താ പറയുക, നമ്മുടെ ഈ ചെടികൾക്കും എല്ലാം ഉണ്ട്. സോ നമ്മൾ ചെടികളെ കഴിക്കുമ്പോഴും മൃഗങ്ങളെ കഴിക്കുമ്പോഴും ഓൾമോസ്റ്റ് ഒരേ എഫക്റ്റാണ്. എന്നിരുന്നാലും നമുക്ക് കഴിക്കാതിരിക്കാനും സാധിക്കില്ല, അല്ലേ? ആ ഒരു ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിച്ചിരിക്കണം. സോ ഡെഫിനറ്റ്ലി കഴിക്കുമ്പോൾ ഈ കോൺഷ്യസ് ലെവൽ കുറഞ്ഞിരിക്കും. ഇപ്പം മൃഗങ്ങളെ അപേക്ഷിച്ച് കോൺഷ്യസ്നെസ്സിൻ്റെ ലെവൽ ഇത് മറ്റേ നമ്മുടെ ചെടികളിൽ കുറവാണെന്നാണ് രമണ മഹർഷി വിചാരിക്കുന്നത്, അല്ലെങ്കിൽ പുള്ളി പറഞ്ഞത് അങ്ങനെയാണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ കോൺഷ്യസ്നെസ് കുറഞ്ഞ വസ്തുക്കൾ കഴിക്കുമ്പോൾ, അത്തരം ജീവനുകളെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പുറത്തേക്ക് ജമ്പ് ചെയ്ത് വരുന്നതിനെ കൺട്രോൾ ചെയ്ത് ഉള്ളിലേക്ക് നിർത്താൻ സാധിക്കുമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നോൺ വെജ് കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് അത് കടിച്ച് പിടിച്ച് കഴിക്കാതിരിക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത്. പക്ഷെ ഞാനത് ചെയ്താലും എനിക്കൊന്നും സംഭവിക്കില്ല, ഞാൻ വളരെ കോൺഫിഡൻറ്റ് ഇല്ലാത്ത മനുഷ്യനായി മാറുമെന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കഴിക്കാതിരിക്കാം. അതുപോലെ തന്നെ എന്താണ്, നമ്മൾക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ കഴിക്കുന്നതിനോട് നമുക്കൊരു അഡിക്ഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബിഹേവിയർ, ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ ഉള്ളിൽ അറിയാം, അയ്യോ ഞാൻ ഇത് കഴിക്കാൻ പാടില്ല, ഇത് കഴിച്ചാൽ ചിലപ്പോൾ എൻ്റെ മൈൻഡ് ഹൈപ്പർ ആക്റ്റീവ് ആവും, അല്ലെങ്കിൽ ഞാൻ ധ്യാനം ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഉള്ള വ്യക്തിയാവാൻ വേണ്ടി ഞാനിത് കഴിക്കുന്നത് കുറയ്ക്കണം അല്ലെങ്കിൽ നിർത്തണം എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്നിട്ട് നിങ്ങൾ കഴിക്കുകയാണ് ആഗ്രഹം കൊണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്റ്റിൽ കോൺഫ്ലിക്റ്റ്. സോ അത്തരം കോൺഫ്ലിക്റ്റാണ് ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ശുദ്ധബോധത്തിലേക്ക് എത്താനും സ്റ്റെബിലിറ്റിയിലേക്ക് എത്താനും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികൾ ശരിക്കും പറഞ്ഞ ഒരു വലിയ വിഷയമല്ല. നമ്മുടെ ഉള്ളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ശരിക്കും പുരാണങ്ങൾ പറയുന്നത് പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം മായയാണ്. സോ ബേസിക്കലി ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. ആ മായയിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന് നമ്മുടെ ഉള്ളിലെ കോൺഫ്ലിക്റ്റുകളെല്ലാം മാറ്റി നമ്മൾ ആ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്തണം. ആ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഈ ഇന്ന ഐഡിയോളജികളിലും ഇന്ന ചിന്തകളിലും തെറ്റിലും ശരിയിലും കടിച്ചു തൂങ്ങി കിടന്നാൽ പോലും ഒരു പ്രശ്നമാണ്. സോ ബേസിക്കലി സംഭവിക്കേണ്ടത് നമ്മൾ വളരെ ഫ്ലെക്സിബിളായിട്ട് മാറണം. നമ്മളെല്ലാത്തിലും ഇങ്ങനെ ഒഴുകി പോകാൻ വേണ്ടി നമ്മളൊരു തയ്യാറെടുപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മൾ ഭയങ്കര റിജിഡായിട്ടുള്ളൊരു മനസ്സുണ്ടാവരുത്. നമ്മൾ ഇന്ന പോലെ ചെയ്യൂ, ഇന്ന സംഭവമേ പാടുള്ളൂ, ഇതാണ് നമ്മുടെ ജീവിതം, ഇന്നതാണ് ശരി തെറ്റ്, അങ്ങനെ ഒരു മഹത്തായ ചിന്ത നമ്മൾ കൊണ്ടുവരരുത്. എന്ന് വെച്ചാൽ നിങ്ങൾ മോശപ്പെട്ട ആളാവണമെന്നല്ല. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ഞാൻ മറന്നിരിക്കുന്നു. ഇവിടെ ഒരു അനൗൺസ്മെൻറ്റ് വണ്ടി പോയത് കൊണ്ട് എനിക്ക് കുറച്ചൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. എനിവേ, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. ഈ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. സമാധാനം നിങ്ങളുടെ അടുത്തേക്ക് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.